ഞാൻ ജോജും കൂടെ പാതിര കുർബാനയ്ക്ക് പോവുകയാണേ. ജോജിൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് പാതിര കുർബാന. അപ്പം നമ്മൾ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ നമ്മളുടെ പള്ളിയിലെത്തി. ഉണിച്ചിറ സെൻറ്റ് ജൂഡ് ചർച്ചാണ് ഞങ്ങളുടെ ഇടവക കേട്ടോ. ഞങ്ങൾ ഇച്ചിരി നേരത്തെ ചെന്നു, കാരണം പുസ്തകക്കൊക്കെ പോയപ്പോഴത്തേക്കും നമുക്ക് സീറ്റ് കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി നേരത്തെ പോയി സീറ്റൊക്കെ പിടിച്ചു. അകത്തിരിക്കേണ്ട പുറത്തിരിക്കാൻ ജോജു പറഞ്ഞു. അങ്ങനെ ഞാൻ ക്യാൻഡിൽ ഹാൾസൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇച്ചിരി നേരത്തെ പോയത് കൊണ്ട് പറഞ്ഞില്ലേ 10:30 സ്റ്റാർട്ട് ചെയ്യുക. അപ്പോഴേക്കും എന്താ പറയുക, നമ്മൾ ചില ഒരുപാട് പേരൊക്കെ ഇങ്ങനെ വന്നിട്ടില്ല. കുറച്ച് ആൾക്കാരിങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്നേ ഉള്ളൂ. എന്നാലും ഒരു 10 മിനിറ്റ് കൊണ്ട് ആ പ്ലേസ് മൊത്തം ഫില്ലായി കേട്ടോ. അങ്ങനെ നമ്മളുടെ പ്രയർ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ക്യാൻഡിലൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതെല്ലാം ഇങ്ങനെ തെളിച്ചു. ഒരു ആൽബമൊക്കെ ഷെയർ ചെയ്ത് പോവുകയാണ്. നമ്മളെ പരസ്പരം ബ്ലോ ചെയ്യും, ഷെയർ ചെയ്താണ് നമ്മളെ കത്തിക്കുക. അത് നല്ല രസമുണ്ടായിരുന്നു. നല്ല ഫുള്ള് പള്ളിയിലെ ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്തിട്ടായിരുന്നല്ലോ, അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ജോജു ഉറക്കമായി. ഞാൻ ചെറിയ സപ്പോർട്ട് കൊടുക്കുക. അപ്പോഴത്തേക്കും തൊള്ളത്തിരുന്ന് നല്ല ഉറക്കം. ഇപ്പം വെക്കേഷനല്ലേ, അപ്പോൾ റെസ്റ്റ് ഇല്ലാത്ത ഓട്ടമാണ് ആൾക്ക്. അപ്പോൾ അതിന് ക്ഷീണം എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ ഒരു പ്രയറിൻ്റെ ഒരു 3/4 ഭാഗം എത്തിയപ്പോഴത്തേക്കിനും ചെറിയൊരു ലൈവ് സ്കിറ്റ് ഉണ്ടായിരുന്നു. യേശു ഉയർത്തെഴുന്നേൽക്കുന്നതായിട്ടുള്ള എൻ്റെ ലൈവ് സ്കിറ്റ് നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല ലൈറ്റ് വർക്കും നല്ല സൗണ്ട് എഫക്റ്റും ഒക്കെ ഉണ്ടായി. അപ്പോഴേക്കും യേശുവിൻ്റെ ഉയർത്തെഴുന്നേറ്റുന്ന സമയത്ത് ഉള്ള ഫയർ വെക്കും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. ജോജു ഈ സൗണ്ടൊക്കെ കേട്ടപ്പോഴത്തേക്കും ചാടി എഴുന്നേറ്റു. എന്നിട്ട് പ്രാർത്ഥന നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ അപ്പോഴത്തേക്കിനും 1:15 കേട്ടോ. അപ്പോഴത്തേക്കും ഒരു ഇച്ചിരി ദാഹം വന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ജ്യൂസ് മേടിച്ചു കുടിച്ച് അപ്പോൾ ചോദിക്കും നാളത്തേക്ക് അപ്പോൾ ഐസ്ക്രീമും കൂടെ വാങ്ങിച്ചോളാം, ഈസ്റ്ററൊക്കെയല്ലേ. ഓക്കെ, ശരി എന്നാൽ ഹാപ്പി ഈസ്റ്റർ എല്ലാവർക്കും.